തമിഴകം ഇന്ന് ഒരൊറ്റ പേരിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. ആ അഭിനയ മികവിന് മുന്നിൽ വിസ്മയിച്ച് നിൽക്കുകയാണ്. ആ പേര് മറ്റാരുടെയുമല്ല, നമ്മുടെ സ്വന്തം ഇന്ദ്രൻസ്. സംവിധായകൻ റാമിൻ്റെ കറുപ്പ് എന്ന സിനിമ കണ്ടിറങ്ങിയ തമിഴ് സിനിമാ ലോകം ഒന്നടങ്കം പറയുന്നു, ഇതാണ് നടൻ, ഇങ്ങനെ ആവണം ഒരു അഭിനേതാവ് എന്ന്. ശരീരത്തിൻ്റെ അളവുകളിലല്ല, ഒരു കലാകാരൻ്റെ ആത്മാവിലാണ് അഭിനയം ഇരിക്കുന്നതെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുന്നു. കറുപ്പിലെ അഭിനയ മികവിന് മുന്നിൽ കണ്ണു നിറയാതെ നെഞ്ചി പിടയാതെ ആ പെർഫോമൻസ് കണ്ടു തീർക്കാൻ അവർക്കാകുന്നില്ല. ഒരു കാലത്ത് വെറും ചിരിപ്പിക്കാൻ മാത്രമുള്ള ആളെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയ, പലപ്പോഴും ബോഡി ഷെയ്മിങ്ങിന് വരെ ഇരയാക്കിയ ഒരു മനുഷ്യനാണ് ഇന്ന് അതിർത്തികൾ ഭേദിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരുടെ നിരയിലേക്ക് ഉയർന്നു നിൽക്കുന്നത്. പക്ഷെ എൻ്റെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ഒരു ചോദ്യമുണ്ട്. അന്യഭാഷക്കാർ നെഞ്ചിലേറ്റി കഴിഞ്ഞാൽ മാത്രം എന്തിനാണ് നമ്മൾ മലയാളികൾ നമ്മുടെ പ്രതിഭകളെ തിരിച്ചറിയാൻ തുടങ്ങുന്നത്? കൺമുന്നിൽ ജീവിക്കുന്ന ഈ മഹാനടനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമ്മൾ ഇനിയും എത്ര കാലം കാത്തിരിക്കണം? അപകർഷതാബോധത്തിൻ്റെ തയ്യൽ തുമ്പിൽ നിന്നും മലയാള സിനിമയുടെയും ഇപ്പോൾ ഇതാ തമിഴകത്തിൻ്റെയും നെറുകയിലെത്തി നിൽക്കുന്ന ഈ വലിയ മനുഷ്യന്, ഇന്ദ്രൻസ് എന്ന വിസ്മയത്തിന് എത്ര ആദരവ് നൽകിയാലും മതിയാവില്ല. അയൽക്കാരൻ വന്ന് വിളിച്ച് പറയുമ്പോഴല്ല, നമ്മുടെ വീട്ടിലെ മുത്തിനെ നമ്മൾ തന്നെയാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ഇന്ദ്രൻസ് ഏട്ടാ, നിങ്ങൾ മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.